ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ നമ്മുടെ അപ്പാന്റെ ശരത്ത് കുറച്ചധികം കാര്യങ്ങൾ ബിന്നിയോട് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരാഴ്ചയുടെ എവിക്ഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്റെ ഗെയിം മാറ്റിപ്പിടിക്കാൻ പോവുകയാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം ആയിരിക്കും ഇനി എന്റേത് എന്നാണ് നമ്മുടെ അപ്പാന്റെ ശരത്ത് ബിന്നിയോട് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എന്റെ ഗ്രാഫ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഗെയിം കളിക്കുന്നത് പോലെയായിട്ടാണ് എനിക്കും പ്രേക്ഷകർക്കും തോന്നുന്നത് എന്ന് എനിക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പക്കാരനായിട്ടൊക്കെ തന്നെ ആയിരിക്കും പ്രേക്ഷകരുടെ മുൻപിൽ ഉണ്ടാകുന്നത്. പക്ഷെ ആ ഒരു രീതി പോയാലും എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാനാണ് താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പ്രയത്നിക്കാൻ പോകുന്നത്. ഏറ്റവും അവസാനം എന്റെ ഫാമിലി മാത്രം എന്റെ കൂടെ നിന്നാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ കളിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് ആരും വിശ്വാസമില്ല. അവരുടെ അടുത്ത് എന്ത് പറയണം, കാര്യങ്ങൾ എങ്ങനെ പറയണമെന്നും എനിക്കറിയില്ല. ഞാനൊരു പൊട്ടൻ തന്നെയാണ്, സമ്മതിച്ചു. ഇനി എന്തായാലും ഗെയിമിന്റെ രീതിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം. പ്രേക്ഷകർക്കും ചിലപ്പോൾ ബോറടിക്കുമല്ലോ, അതുകൊണ്ട് ഗെയിമൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം. അപ്പൊ ഇതിങ്ങനെ ശരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അക്ബറും കയറി വരുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, നിനക്ക് ഇപ്പൊ എന്റെ അടുത്ത് വലിയ മൈൻഡൊന്നും ഇല്ല എന്ന് നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരത്ത് മറുപടിയും കൊടുക്കുന്നുണ്ട്, അക്ബറെ നീ വേണമെങ്കിൽ സ്വന്തമായി ഗെയിം കളിച്ചോ, നിന്നോട് ഞാൻ എപ്പോഴും വീണ്ടും സംസാരിക്കും. പക്ഷെ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് വ്യത്യസ്ത വ്യക്തികളായിരിക്കും. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം ആയിരിക്കും ഇനി അങ്ങോട്ട് കളിക്കേണ്ടത്. അടുത്ത ആഴ്ച ഞാനെങ്ങാനും എവിക്റ്റ് ആകുകയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഗെയിം പാടെ മാറി മറയും. ഇതുവരെ ആയിട്ടും ഗ്രൂപ്പിസം മാത്രം കളിച്ചുകൊണ്ടിരുന്ന അപ്പാനി ശരത്തിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.